നമസ്കാരം. ഷീബാസ് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാം. വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഈ ഒരു സ്പ്രിംഗ് റോൾ തയ്യാറാക്കുന്ന ഷീറ്റ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഞാൻ ഹോം മെയ്ഡായിട്ട് തന്നെ ഇതിൻ്റെ ഷീറ്റും ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. മൈദയും കോൺഫ്ലോറും ഒക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഫില്ല് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വീഡിയോ കാണാം. ഇന്ന് നമ്മൾ നല്ല വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് നമ്മൾ മൈദയും കോൺഫ്ലോറും തുല്യ അളവിലാണ് എടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കണം. ദോശമാവിനേലും കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. കെട്ടാതെ ഇതൊന്ന് കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. കലക്കി വെച്ചിരിക്കുന്ന മാവിൽ സ്പൂൺ ഇടുമ്പോൾ ഇതുപോലെയൊന്ന് സ്പൂണിൽ കോട്ടായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പാകം. നോൺ സ്റ്റിക്ക് പാൻ നല്ലവണ്ണം ചൂടാവുമ്പോഴേക്കും 1 തവി മാവ് എടുത്തിട്ട് നമ്മൾ അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഷീറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല കനം കുറച്ച് വേണം ഇത് ചുറ്റിച്ചെടുക്കാനായിട്ട്. കനം കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി തിന്നാക്കി എടുക്കണം. അതേസമയം ഒരുപാട് കനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് പാനിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാൻ നല്ലവണ്ണം ചൂടായില്ല എങ്കിലും ഇതിന്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ മറിച്ചിടേണ്ട കാര്യമില്ല. കംപ്ലീറ്റ് വെള്ളം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ കനം കുറച്ചെല്ലാം ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചുട്ടെടുത്തത് നമ്മളൊരു തുണി വെച്ചൊന്ന് മൂടി വെക്കണം. അതായത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് റോളിലേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, കാപ്സിക്കം, ക്യാബേജ്, ഒണിയൻ, ഇതൊക്കെയാണ്. ബീൻസും സ്പ്രിംഗ് ഒണിയനും ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കണം. 10-12 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ എടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. വെജിറ്റബിൾസ് എല്ലാം തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒണിയൻ, ക്യാരറ്റ്, കാപ്സിക്കം, ക്യാബേജ്, ഇത്രയുമാണ് ഞാൻ ഇടുന്നത്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് പച്ചമുളക് ഒന്ന് അരച്ചെടുത്തത് ഇട്ടുന്നുണ്ട്. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, വിനെഗർ 1 ടേബിൾ സ്പൂൺ, കുറച്ച് പെപ്പർ പൗഡർ, ഷുഗർ കുറച്ചിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾ റോളിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളു നല്ല ജ്യൂസി ആയിട്ടും ഇരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വെജിറ്റബിൾ വേവിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ അത് കുക്ക് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അതിലെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം കൂടി കുറച്ച് കഴിയുമ്പോഴേക്കും റോളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് റോള് വല്ലാണ്ട് സോഗി ആയിട്ട് മാറും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്യാബേജ്, ക്യാരറ്റ്, ഒണിയൻ ഒക്കെ കൂടി 5 മിനിറ്റ് ഒന്ന് ഉപ്പ് തിരുമ്മി വെച്ച ശേഷം ഒരു തുണിയിലിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം അത് കുക്ക് ചെയ്തെടുക്കാം. ക്രിസ്പി ആയിട്ട് വെജ് റോള് സൂക്ഷിക്കാൻ പറ്റും. വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോൺഫ്ലോർ ചേർക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത് നമ്മൾ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഷീറ്റിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അതിനകത്തേക്ക് ഒട്ടും ഓയിൽ കയറാതെ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് റോൾ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ചുട്ടു വെച്ചിരിക്കുന്ന ഷീറ്റ് ഒരെണ്ണം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഫില്ലിംഗ് എടുത്ത് വെച്ച് കൊടുക്കണം. ഫില്ലിംഗ് കുറച്ച് തണുത്തതിന് ശേഷം വേണം ഇങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട്. ഇതുപോലെ ഒരു മടക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ മൈദ പേസ്റ്റ് എടുത്തിട്ട് 2 സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് 2 സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കുക.
മൈദ തേച്ച് കൊടുക്കുന്നത് ഒട്ടും തന്നെ ഓയിൽ അകത്തേക്ക് കയറാതെ നല്ലവണ്ണം സീലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒന്നും കൂടി റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ അറ്റത്തും ഒന്ന് മൈദ പേസ്റ്റ് പുരട്ടി കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ലവണ്ണം സീലായിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ഓയിൽ അകത്തേക്ക് കയറുകയുമില്ല. ഇതുപോലെ നമ്മളെല്ലാം റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ ഷീറ്റിലും ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ച് റോള് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സൈഡിൽ എവിടെയെങ്കിലും കുറച്ച് ഗ്യാപ്പോ എന്തെങ്കിലും കാണുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മൈദയുടെ പേസ്റ്റ് വെച്ച് സീൽ ചെയ്യാവുന്നതാണ്. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ റോൾസ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈങ് പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. റോൾസ് മുങ്ങാൻ ആവശ്യമായ എണ്ണയാണ് ഇതിലൊഴിച്ച് കൊടുക്കേണ്ടത്. ഇത് നല്ലവണ്ണം ചൂടാകുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് റോൾസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണമാണ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയത്തിനും ഹൈയുടെയും ഇടയ്ക്ക് തന്നെ ഫ്ലെയിം ആക്കി വെച്ച് അല്ലെങ്കിൽ ഹൈയിൽ വെച്ചും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഉള്ളിലുള്ള ഫില്ലിംഗ് എല്ലാം നല്ലവണ്ണം വെന്തതാണ്. പിന്നെ പുറത്തെ ആ ഒരു കോട്ടിങ് മാത്രം വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുകയായിരിക്കും നല്ലത്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഈ ഒരു പാകം വരുമ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാ റോൾസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ റോളും ഞാനിവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പുറം നല്ല ക്രിസ്പിയുമാണ്, എന്നാൽ ഉള്ളിൽ നല്ല ജ്യൂസിയുമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിംഗ് റോള് ഇതുപോലെയാണ് തയ്യാറാക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.